റജബ് മാസത്തിൽ നാം വർദ്ധിപ്പിക്കേണ്ട വല്ല ദിക്റുകളുമുണ്ടോ? പ്രത്യേകമായി മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതായിട്ടുള്ള വല്ല അദ്കാറുകളും ഔറാദുകളും ഈ മാസത്തിലുണ്ടോ എന്നതാണ്. കാരണം ഈ മാസത്തിന് വലിയ മഹത്വമുണ്ടെന്നറിയാത്ത ഒരു വിശ്വാസിയും ഉണ്ടാവുകയില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജാമിഅയിൽ പറയുന്നത്, റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമളാനു ശഹ്റു ഉമ്മത്തി. ഇമാം ഹാഫിൾ ജലാലുദ്ദീൻ സുയൂത്തിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്ത വ്യക്തി. റജബുൻ ശഹ്റുല്ലാഹ്, റജബ് മാസം അള്ളാഹുവിന്റെ മാസമാണ്. വശഅബാനു ശഹ്രി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ശഅബാനോ എന്റെ മാസമാണത്. വറമളാനു ശഹ്റു ഉമ്മത്തി, റമദാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ് എന്നാണ്. അദ്ദേഹം തന്നെ നിവേദനം ചെയ്ത മറ്റൊരു ഹദീസ്, ഫഅക്സിറു മിനൽ ഇസ്തിഗ്ഫാരി ഫീ ശഹ്രി റജബ്, റജബിൽ എന്താണ് നാം ചൊല്ലേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടി കൂടിയാണ് ഈ ഹദീസ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണത്രേ, വഅക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കുക, മിനൽ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന അർത്ഥമടങ്ങുന്ന പാപമോചനത്തിന്റെ വചനങ്ങൾ. അസ്തഗ്ഫിറുല്ലയോ അല്ലാഹുമ്മ അഗ്ഫിർലി എന്നോ അതേതുമാകാം എന്നാണ് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് നിങ്ങൾ വർദ്ധിപ്പിക്കണം ഫീ ശഹ്രി റജബിൻ, റജബ് മാസത്തിൽ. ഇതിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, റജബ് മാസം എന്ന് പറയുന്നത് അത് ഷഹ്റുൽ ഇസ്തിഗ്ഫാരി, ഇസ്തിഗ്ഫാർ പെരുപ്പിക്കേണ്ട മാസമാണ്. ശഅബാനു ഷഹ്റു സ്വലാത്തി അലൻ നബിയിൽ മുഖ്താരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് വരാനിരിക്കുന്ന ശഅബാൻ. റമദാനോ, റമദാനു ഷഹ്റുൽ ഖുർആൻ, ഖുർആനോത്ത് പെരുപ്പിക്കേണ്ട മാസമാണ് റമദാൻ മാസം. ഇമാം സുയൂത്തി നിവേദനം ചെയ്ത ഹദീസിൽ പറഞ്ഞുവല്ലോ അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിന്റെ ഒടുവിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാഹൽ അളീം പോലത്തെ ദിക്റുകൾ വർദ്ധിപ്പിക്കണം എന്ന് പറയുവാൻ കാരണം, ലാ തദ്റൂന ഫീ അയ്യി വഖ്തിൻ തൻസിലുൽ ബറക, അതിന്റെ ആ റജബിലെ ഏതു സമയത്തിലാണ്, ഏതു സെക്കൻഡിലാണ് അള്ളാഹു പ്രത്യേക ബറക്കത്തിനെ ഇറക്കുകയെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു സമയവും ഇടവിടാതെ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ കഴിവിന്റെ പരമാവധി അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ഇത് ചൊല്ലുക. ഇത് 70 വട്ടം വീതം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷ്യം, അവിടത്തെ അഭിപ്രായം ഇങ്ങനെയാണ്, എല്ലാ സമയത്തും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇസ്തിഗ്ഫാറുകളിൽ വെച്ച് ഏറ്റവും വലിയ ഇസ്തിഗ്ഫാർ ഏതാണ്? അത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നറിയപ്പെടുന്ന മശ്ഹൂറായ ആ ഒരു ഇസ്തിഗ്ഫാറാണ്. അതേതാണ്? അത് നാം ചൊല്ലുകയാണെങ്കിൽ കൂടുതൽ ഫലവത്തായി. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഈ റജബ് മാസത്തിൽ നാം ചൊല്ലുകയാണെങ്കിൽ അതിന് വലിയ പ്രാധാന്യം നമുക്ക് കൽപ്പിക്കാം. അതേതാണ്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇതാണ്. ഏത്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്തവരില്ല. ഈ ഇസ്തിഗ്ഫാറും നമുക്ക് ഈ മാസത്തിൽ പെരുപ്പിക്കാം. പറയുവാൻ ഏറെയുണ്ടെങ്കിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിക്ർ കൂടി റജബിലെ പ്രത്യേകതയായി പറയപ്പെട്ടത് പറയുകയാണ്. അതേതാണ്? വയക്സിറു മിൻ ഖൗലി യാ ലത്തീഫ്, കിതാബുകളിൽ പറയുന്നതായി കാണാം, യാ ലത്തീഫ് എന്ന ദിക്ർ റജബ് മാസത്തിൽ നമ്മുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിച്ചുകൊണ്ടിരിക്കണം. ചുരുങ്ങിയത് 141,000 വട്ടമെങ്കിലും ചൊല്ലണം.
അത് ദിവസേന 5000 വട്ടമെങ്കിലും മഹാന്മാരായ സലഫു സാലിഹ്യങ്ങൾ ചെയ്തിരുന്നു. ഒടുവിൽ അവസാന ജുമുഅയുടെ ദിവസം ഇമാം മിമ്പറിൽ ഇരിക്കെ 35 വട്ടം അഹ്മദു റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുകയാണെങ്കിൽ ലാ തൻഖതിഉ ദറാഹിമു മിൻ യദിഹി, അവന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും തന്നെ പണം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിത്തീരുകയില്ല എന്ന് വരെ കിതാബുകളിലുണ്ട്. അവസാനം പറഞ്ഞത് റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഖത്തീബ് മിമ്പറിലിരിക്കെ ചൊല്ലേണ്ട ദിക്റാണ് അഹ്മദു റസൂലുള്ളാ, മുഹമ്മദ് റസൂലുള്ളാ. അള്ളാഹു നല്ല കാര്യങ്ങൾക്ക് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.